പൊളിറ്റിക്സ് ഉണ്ടാക്കുന്നുണ്ടല്ലേ കഷ്ടപ്പാടുണ്ട്. സംസാരിക്കുന്നുണ്ടോ? 12 മണിയായപ്പോൾ സാറ് 12 മണിയായപ്പോൾ ഞങ്ങളുടെ എന്തോ ക്യാൻസൽ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ ഞങ്ങൾക്ക് ഇപ്പോഴേ ഞങ്ങളിവിടെ 12 മണിയായപ്പോൾ ഞങ്ങളുടെ സാറേ ഈ 2 മത്സരങ്ങളേ ഇവിടെ ഉള്ളൂ. മൈമെന്ന് പറയാൻ കറക്റ്റ് സമയത്തോടെ അവസാനിച്ചു. അതുവേണ്ടി നാടകം ഞങ്ങൾ 5ാമത് നാടകം ഞങ്ങൾ വീട്ടിൽ കളിക്കുക അവിടെ. അതുവേണ്ടി അങ്ങനെ തൊട്ട് ക്യാൻസൽ ചെയ്യുമെന്ന് പറയുന്നു. ഞങ്ങൾ അതിനുശേഷം വന്നു കഴിഞ്ഞിട്ട് അന്നേരം ഇവിടെ വണ്ടി ഉൾപ്പെടെ കൊണ്ടിട്ട് സാധനമുള്ള ഇവിടെ വന്നവർ സാറേ ഇവിടെ വണ്ടിക്കകത്ത് സാധനം കൊണ്ട് കിടക്കുന്നത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കും. ഇവരിവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല പറയാം. എന്തുവാ ഇപ്പൊ ക്യാൻസൽ വീഡിയോ എടുക്കുന്നത് അവരുടെ നാടകം നീട്ടി വെക്കുന്നു. രാത്രി കളിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലൈറ്റ് ഉണ്ട്, അവരുടെ അറേഞ്ച്മെന്റ്സ് അവരുടെ നാടകം കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി. മനസ്സിലായില്ലേ? പറയാത്ത ടീമിന് വേണ്ടിയിട്ട് അനന്തമായി എന്ന് പറഞ്ഞ എന്ത് നീതിയാണ്? ആവശ്യമായ കറക്റ്റായിട്ട് കളിച്ച് മാറിയല്ലോ. എന്തുകൊണ്ടാണ് നാടകം നീങ്ങാതെ? നാടകം നീങ്ങാതെ എന്തുകൊണ്ടാണ്? ഇവിടെ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറാണ്. അതാണ് ഇപ്പൊ സാറ് പറഞ്ഞു വരുന്നത്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് 4 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യും. നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എന്തെങ്കിലും ടീമിന് വേണ്ടിയിട്ട് ഇങ്ങനെ അനന്തമായിട്ട് വെയിറ്റ് ചെയ്യാൻ അവര് വരുന്ന ഈ സാധനം ഇതുവരെ 5 മിനിറ്റ് വണ്ടി ഞാൻ സെക്കൻഡ് ലാസ്റ്റ് മൈൻ നിയമം പാലിപ്പിക്കും. ഇത് പൊളിറ്റിക്സാ. വലിയ നാടകത്തിന്റെ വലിയ എന്തോ പൊളിറ്റിക്സ് പറഞ്ഞു. അതിന്റെ ഉത്തമ ശൃംഖങ്ങളിൽ ഇരിക്കുന്ന വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് ഇവർ കുറെ ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ട് എന്താണ് സംഭവിച്ചത് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായി. എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്കെതിരെ നിങ്ങളിവിടെ രാവിലെ തൊട്ട് കാണുന്നവരല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്തോ കാര്യം ഞങ്ങൾ പറഞ്ഞു തരണ്ടേ? ഇവിടെ എത്ര മണിക്ക് തുടങ്ങി തീരേണ്ട പരിപാടിയാണ്? എത്ര മണിക്ക് തീരേണ്ട പരിപാടിയാണ്? മൈമൊക്കെ കൃത്യസമയത്ത് പറഞ്ഞു, കറക്റ്റ് സമയത്തോടെ അവസാനിച്ചു. നാടക മത്സരം മാത്രം പറഞ്ഞു മനസ്സിലായോ? അപ്പീൽ ഉൾപ്പെടെ 14 നാടകങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇവർ പറയുന്ന ഈ നാടകങ്ങൾ ഇവർ രാത്രി കളിക്കാൻ വേണ്ടി ഇവർ മാറ്റി വെക്കുക നാടകങ്ങൾ മനഃപൂർവ്വം അവരുടെ സൗകര്യത്തിന് കളിക്കാൻ വേണ്ടി. ഒരു സെക്കൻഡ് ഞാൻ പറയാം. സാധാരണ എല്ലാ കലോത്സവത്തിനും ലോട്ടിട്ട് ആ ലോട്ടിനനുസരിച്ച് തീരുമാനിച്ച് ഏത് സ്കൂളാണോ അവർ കളിക്കും. അത് ഞങ്ങളുടെ സ്കൂളോ വേറെ സ്കൂളോ, ഞാനൊരു അധ്യാപകനല്ല, ഞാനിതൊരു കാണിയായിട്ട് ഇവിടെ വന്നിരുന്ന ആളാണ്. മനുഷ്യനെ അവഹേളിക്കുന്ന രീതിയിൽ രാവിലെ മുതൽ ഇപ്പം ക്യാൻസൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതാണ്. ലോട്ടിടുക എന്ന് പറയുന്ന സംവിധാനം ഇവിടെ സബ് ജില്ല മുതൽ നടക്കുന്ന സംഗതിയാണ്. അതിവിടെ നടന്നിട്ടില്ല ഈ ഒരു ജില്ലാ കലോത്സവത്തിൽ.
അത് ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി ആർക്ക് വേണ്ടിയിട്ട് അവിഹിതമായി സ്വാധീനിക്കും അവർക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യം കളിച്ചിട്ടില്ല. ഇന്നലെ നാടക മത്സരത്തിന് എന്തോ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര പൊളിറ്റിക്സ് ആണ്. അക്കാഡമിക് ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ബേസിൽ വരുന്ന നാടകങ്ങളെ ഇവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, മനസ്സിലായില്ല? ഇവിടെ തന്നെ നിങ്ങൾ കാണികളായിട്ടിരിക്കുന്നവർ കൈയടിക്കുന്ന കണ്ടിട്ടില്ല. കുറച്ച് ആളുകൾ കൈയടിക്കുക. അത് കാണികളല്ലോ. ഇവിടെ കുറെ അക്കാഡമിക് ബിരുദമുള്ള കുറെ അവരുടെ വൃത്തികെട്ട പൊളിറ്റിക്സ് ആണ് കളിക്കാൻ. ഇത് നടത്തുന്ന സംഘടനകൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതാണ് സങ്കടം. നമ്മളൊക്കെ രാവിലെ ഇത്ര ദിവസം കൊണ്ട് ഈ പിള്ളേരെ കൊണ്ട് നാടകം കളിക്കുന്നത്. ഞാനൊരു പഠിപ്പിച്ച നാടകം ഇവിടെ കളിച്ച നാടകം 5ാം രാവിലെ തൊട്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങളൊക്കെ 6:30 ഇവിടെ വന്നിരുന്ന് ബുദ്ധിമുട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ. അതാണ് നിപ്പുണ്ട് എന്റെ കൂടെ കളിക്കാൻ ഒരാളെ അവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതുവരെ ക്യാൻസൽ പേരും പറഞ്ഞു നാടകം കളിക്കാത്ത ആ നാടകം നാടകം കളിക്കാം. കക്കൂസ് എന്ന് പറയുന്ന നാടകം ക്യാൻസൽ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യട്ടെ. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 23 നാടക മത്സരം അവസാനിച്ചിരിക്കുന്നു. നാടക മത്സരം അവസാനിച്ചിരിക്കുന്നു.